തുടരുമെന്ന സിനിമ ദൃശ്യത്തിൻ്റെ കോപ്പിയാണ് എന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അല്ല, കോപ്പിയല്ല, അതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സിനിമയാണ്. കാര്യം സെക്കൻഡ് ഹാഫിൽ ത്രില്ലിങ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യം ഇതിന് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് മോഹൻലാൽ അദ്ദേഹം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ അതിൽ ദൃശ്യം പോലൊരു സിനിമയാണെന്നെന്തോ എവിടെ പറയുകയുണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷേ എന്നിരുന്നാലും തരുൺ മൂർത്തി പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ അങ്ങനെ കുറ്റാന്വേഷണം അങ്ങനെയൊന്നുമല്ല, വേറൊരു സംഭവമായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു അറൈവൽ ടീസർ ഓർമ്മ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ടൊന്ന് റിയാക്ട് ചെയ്യാം. വരൂ ഗൈസ്. ഈ കമലഹാസൻ മമ്മൂട്ടി അങ്ങനെ ഒരുപാട് ത്യാഗരാജൻ അങ്ങനെ ഒരുപാട് പേരുമായിട്ടുള്ള കോമ്പിനേഷനിലുള്ള കുറേ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. ആ താടി അവിടെ ഇരുന്ന ആർക്കാ പ്രശ്നം? വെട്ടണമെങ്കിൽ ഞാൻ പറയാം. പ്രശ്നം വെട്ടുന്നില്ല. இந்த தாடி யாருக்கடா பிரச்சனை? யாருக்கடா பிரச்சனை? ഓക്കെ, എത്രയേ ഉള്ളൂ. ചെറുതായിരുന്നു കേട്ടോ, വളരെ തീരെ ചെറിയൊരു ടീസർ പോലെ ആയിരുന്നു. 37 സെക്കൻഡ് ഉള്ളായിരുന്നു. അത് ഭാരതി രാജയുടെ ഫോട്ടോ ആയിരുന്നു. ഭാരതി രാജയാന്ന് തോന്നുന്നു. വലിയ വലിയ തമിഴിലുള്ള മലയാളത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു സിനിമ പാട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് കേൾക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഒരു ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൻ്റെ അകത്തിൽ ശോഭനയുടെ ക്യാരക്ടർ എനിക്ക് തമിഴുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അപ്പോൾ ആ രീതിയിലെ സംഭവങ്ങളൊക്കെയാണ്, ഒരു ഫാമിലി സ്റ്റോറി പോലെയൊക്കെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. മേ ബി സെക്കൻഡ് ഹാഫിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരിക്കാം. പിന്നെ ഒരു വിൻറ്റേജ് മോഹൻലാൽ ഇപ്പോഴും നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ലാലേട്ടൻ്റെ ചെറിയ രീതിയിലുള്ള തമാശകളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിൻ്റെ അതിലത് കാണുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. ഇത് എനിക്ക് ചെറുതായിട്ടൊരു ഓവറായിട്ടൊക്കെ തോന്നി, കുറച്ച് ഫോഴ്സായിട്ടൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അറിയില്ല, നമുക്ക് സിനിമ കണ്ടാലേ അറിയത്തുള്ളൂ. ബാക്കി അതിനകത്ത് ഒരുപാട് വേറെ നല്ല മൊമെൻറ്റ്സുകളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും നല്ലൊരു സിനിമ ആകട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏപ്രിൽ 25-നാണ്. കാര്യം ഇതിൻ്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് തവണ ഇതിൻ്റെ ഡേറ്റ് തള്ളിപ്പോവുകയും, കാര്യം ലൂസിഫർ 2 വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മുമ്പോട്ട് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും ഏപ്രിൽ 25 സിനിമ റിലീസാണ്. നല്ലൊരു സിനിമ ആയിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാം കൊണ്ടും പ്രോമിസിങ് ആണ്. അത്യാവശ്യം നല്ല ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഓവർ ഹൈപ്പ് വരുന്നില്ല. കാര്യം ഇത് ആക്ഷൻ മൂഡ് സിനിമയല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹൈപ്പ് വരുന്നില്ല. പക്ഷെ അല്ലാണ്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എന്തായാലും സിനിമ വന്നിട്ട് തന്നെ നമുക്ക് അതിൻ്റെ റിവ്യൂ ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ്, കൂടുതൽ റിയാക്ഷൻ വീഡിയോസിനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്.